8 വർഷങ്ങൾ. സിനിമാ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങവേ കാറിൽ വെച്ച് ക്രൂരമായ ആക്രമണത്തിന് ഇരയായ നടി നൽകിയ പരാതിയിൽ 8 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നിരിക്കുന്നു. ആദ്യ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. നടിക്കെതിരെ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്തതിന് ദിലീപിനെതിരെ തെളിവുകൾ ഇല്ല എന്ന കാരണത്താലാണ് വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ്. കോടതി വിധി ആഘോഷിക്കുകയാണ് ദിലീപും ആരാധകരും. എന്നാൽ ആക്രമണത്തിനിരയായ ശേഷം കഷ്ടതകളിലൂടെ മാനസിക വ്യതകളിലൂടെ കടന്നുപോയ അതിജീവിതയുടെ ദുഃഖങ്ങൾ ഒരു സാധാരണ മനുഷ്യന് മറക്കാനാകുമോ? ആക്രമിക്കപ്പെട്ടതിനു ശേഷം മറഞ്ഞിരുന്നു കരയാതെ സർവ്വധൈര്യവും അവലംബിച്ച് ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ച ആ യുവനടിയെ പടക്കം പൊട്ടിച്ചും അട്ടഹസിച്ചും കോടതി മുറിയിൽ വിജയം ആഘോഷിക്കുന്ന ആരാധക വൃന്ദം ഒരു നിമിഷത്തേക്ക് പോലും ഓർക്കുന്നില്ല എന്നത് നമ്മുടെ സമൂഹ മനസാക്ഷിയുടെ നിർവചനമായി മാറുകയാണോ? അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ ഇന്നത്തെ വിധി ഗൗരവപൂർവ്വം വിശകലനം ചെയ്യുന്നവരാണ് എന്നതിൽ സംശയമില്ല. കോടതിക്ക് മുന്നിൽ തെളിവുകളില്ലാത്തതിനാൽ 8ാം പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷ നേടി. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്, തർക്കമില്ലാത്ത കാര്യമാണത്. പക്ഷേ നടിക്കെതിരെ നടന്ന ആക്രമണത്തിനായുള്ള ഗൂഢാലോചന ഉടലെടുത്തത് എപ്പോൾ, എവിടെ, എങ്ങനെ എന്നതിന് വ്യക്തത വന്നിട്ടുണ്ടോ? കൃത്യമായി ആസൂത്രണം ചെയ്ത ക്രൂരകൃത്യമായിരുന്നു അതെന്ന് ഇതിനോടകം വന്ന വാർത്തകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആക്രമണത്തിന് പിന്നിലെ മോട്ടീവ് എന്താണ്? കേരളം ഇനി ചർച്ച ചെയ്യുക ഇതൊക്കെയാണ്. അതിജീവിതയായ യുവനടി ഈ 8 വർഷത്തെ കാലയളവിൽ നടത്തിയ പോരാട്ടങ്ങൾ ഇന്നത്തെ കോടതി വിധിയോടെ ഇല്ലാതാവുന്നില്ല. കഴിഞ്ഞ 8 വർഷങ്ങളിൽ മലയാള സിനിമാ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ മനസ്സിലാകും അതിജീവിതയുടെ പോരാട്ടങ്ങൾ എത്ര ശക്തവും സ്തുത്യർഹവുമാണെന്ന്. സിനിമാ സംഘടനയിലുണ്ടായ വിഭിന്ന അഭിപ്രായങ്ങളും ഏതാനും നടിമാർ ആ താര സംഘടനയിൽ നിന്ന് പുറത്തു വന്നതും WCC എന്ന പുരോഗമനപരമായ വനിതാ സംഘടന രൂപീകൃതമായതും ഹേമ കമ്മിറ്റിയുടെ വരവുമെല്ലാം ഈ 8 വർഷം കൊണ്ട് മലയാള സിനിമയിലുണ്ടായ പുരോഗമനപരമായ സംഭവ വികാസങ്ങളാണ്. ഇതിനൊക്കെ പിറകിൽ അതിജീവിതയോടുള്ള സ്നേഹം, ബഹുമാനം എന്നിവയിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ ആയിരുന്നു. അതിജീവിതയായ യുവനടിക്കൊപ്പമാണ് കേരളം നിലകൊണ്ടത് എന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയായിരുന്നു ഇവയൊക്കെ. അതേസമയം ജനപ്രിയൻ എന്ന മേൽവിലാസം ഒഴിഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കേണ്ടിയും വരികയുണ്ടായി പ്രമുഖനായ ദിലീപിന്. കുറേയേറെ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ആ നടൻ നിരപരാധിയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ കോടതിയും അതുതന്നെ പറയുന്നു. ആക്രമിക്കപ്പെട്ട നടിക്ക് ഇനി മേൽക്കോടതിയെ ആശ്രയിക്കുകയേ തരമുള്ളൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമം സഞ്ചരിക്കൂ എന്നറിയുന്ന പൊതുസമൂഹം യുവനടിയുടെ കണ്ണീരും പിന്നീടുള്ള പോരാട്ടങ്ങളും കണ്ടവരാണ്. അവരുടെ മുന്നിലെ തെളിവുകൾ അതൊക്കെയാണ്. ആക്രമിക്കപ്പെട്ട നടി നിരത്തിയ തെളിവുകൾ ശക്തമായി തന്നെ നിൽക്കുമ്പോൾ പൊതുസമൂഹവും അവയെ മുറുകെ പിടിച്ചുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്നു. മറുവശത്തെ തീവ്രമായ ആഘോഷങ്ങൾക്ക് മുറിവേൽക്കപ്പെട്ട ആ നടിയുടെ പോരാട്ട വീര്യത്തെ ഹനിക്കാനാവില്ല. അതിജീവിതയുടെ പോരാട്ടം തുടരും. ആ പോരാട്ടത്തിൽ പങ്കാളികളാകാൻ അവൾക്കൊപ്പം നിൽക്കുന്ന ഏവരും ഉണ്ടാകുമെന്നും വ്യക്തം. അസാധാരണമായ നിയമ പോരാട്ടങ്ങളുടെ പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസ്. എന്നാൽ ഇന്നത്തെ വിധിയോടെ ആക്രമണം നേരിട്ട നടി വീണ്ടും പോരാട്ട പാതയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അതൊരു പരാജയമായി കാണാൻ നടിക്കൊപ്പം നിൽക്കുന്നവർ തയ്യാറാവില്ല എന്ന് തന്നെ കരുതാം. നിയമ വഴികളിലൂടെ ഇനിയും ഒരുപാട് പോകേണ്ടി വന്നാലും അവൾക്കൊപ്പം ആ പോരാട്ടം തുടരാനാണ് പൊതുസമൂഹം തീരുമാനിക്കുക.